വിലക്കയറ്റത്തിൽ സംസ്ഥാന സർക്കാരിനെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. സാമ്പത്തിക ഞെരുക്കം പറഞ്ഞ് ജനങ്ങൾക്ക് പട്ടിണി വിളമ്പരുത്. എന്തിനും ഏതിനും കേന്ദ്ര വിരുദ്ധത പറയുന്ന LDF സർക്കാർ വിലക്കയറ്റം പിടിച്ചു നിർത്താൻ നടത്തിയ ഇടപെടൽ പരിശോധിക്കണമെന്നും സുപ്രഭാതത്തിലെ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. വിവരങ്ങളുമായി ഗോകുൽ കെ വേണുഗോപാൽ ചേരുന്നുണ്ട്. ഗോകുൽ, ഈ സുപ്രഭാതം ഇപ്പോൾ തുടർച്ചയായി LDF സർക്കാരിനും CPM-നുമൊക്കെതിരെ വലിയ വിമർശനമാണ് അയച്ചുവിടുന്നത്. ഇപ്പോൾ വിലക്കയറ്റത്തെക്കുറിച്ചും എന്തൊക്കെ കാര്യങ്ങളാണ് പത്രത്തിലുള്ളത്? ലക്ഷ്മി, രൂക്ഷമായ വിമർശനങ്ങളാണ് സംസ്ഥാന സർക്കാരിനെതിരെ സുപ്രഭാതത്തിൽ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. സർക്കാർ ജനങ്ങൾക്ക് പട്ടിണിയാണ് വിളമ്പുന്നത് എന്നാണ് സുപ്രഭാതം രൂക്ഷമായി വിമർശിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസക്കാലത്തിനിടയിൽ പച്ചക്കറിയുടെ ഓരോ ഇനത്തിനും വർദ്ധിച്ചിട്ടുള്ള വില കൃത്യമായി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ ഈ സർക്കാരിനെതിരെ കടന്നാക്രമിക്കുന്നത്. തക്കാളിക്ക് 100 രൂപ കടന്നു, ബീൻസ്, പച്ചമുളക്, ഇഞ്ചി, മുരിങ്ങ, കാബേജ്, ഉരുളക്കിഴങ്ങ് തുടങ്ങി നമ്മുടെ അവശ്യ സാധനങ്ങൾക്ക് വന്നിട്ടുള്ള വില വർധനവ് എത്രത്തോളമാണ് എന്ന് സർക്കാരിനോട് നേരിട്ട് പറയുന്ന രീതിയിലുള്ള ഒരു വിമർശനമാണ് ഇവിടെ സുപ്രഭാതത്തിൽ 50% മുതൽ 200% വരെ വിലക്കയറ്റമാണ് പച്ചക്കറി ഉൽപ്പന്നങ്ങൾക്ക് വന്നിട്ടുള്ളത് എന്ന് സുപ്രഭാതം പറയുന്നു. ഇത്തരത്തിൽ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോഴും അത് നിയന്ത്രിക്കാൻ ആവശ്യമായ ഒരു ഇടപെടലും നടത്താതെ കേന്ദ്ര സർക്കാരിനെ വിമർശിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത് എന്ന് സുപ്രഭാതം പറയുന്നുണ്ട്. കേന്ദ്രത്തിനെതിരെ വിമർശിക്കുമ്പോഴും സ്വയം എന്താണ് ചെയ്തത് എന്ന് പരിശോധിക്കാൻ ആത്മവിമർശനം നടത്താൻ സർക്കാർ തയ്യാറാകണമെന്ന് സുപ്രഭാതം സർക്കാരിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല 3500 കോടിയോളം രൂപ സർക്കാർ സപ്ലൈകോയ്ക്ക് കൊടുക്കാനുണ്ട്. അതുമായി ബന്ധപ്പെട്ട നടപടി സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്നൊരു വിമർശനം നടത്തുന്നു. അതോടൊപ്പം തന്നെ മന്ദിരങ്ങളിലും തെരുവോരങ്ങളിലും പച്ചക്കറി കൃഷി നടത്തി അത് വലിയ രീതിയിൽ പ്രചാരണം നടത്തുമ്പോൾ അത് ജനങ്ങളുടെ ഈ പച്ചക്കറി ദുരിതത്തെ അല്ലെങ്കിൽ പച്ചക്കറി വിലക്കയറ്റത്തെ തടയാൻ ആവശ്യമായ നടപടിയിലേക്ക് കടക്കുന്നില്ല. ഇത്തരം കാര്യങ്ങളല്ല വേണ്ടത്. അന്യ സംസ്ഥാനങ്ങളിൽ തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ പച്ചക്കറി അവിടെ നിന്ന് പച്ചക്കറി വരാതാവുമ്പോൾ ഇവിടെ പച്ചക്കറി വില വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതിന് മാറ്റം വരണം എന്നൊരു കാര്യം കൂടി സുപ്രഭാതം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്തായാലും സർക്കാരിനെതിരെയും ഭക്ഷ്യമന്ത്രിക്കും കൃഷിമന്ത്രിക്കുമെതിരെ രൂക്ഷമായ വിമർശനമാണ് ഇവിടെയുള്ള സുപ്രഭാതം പത്രത്തിൽ പറയുന്നത്. 90 ലക്ഷത്തോളം റേഷൻ ഉപഭോക്താക്കളിൽ 10 ലക്ഷം ആൾക്കാർക്ക് പോലും സപ്ലൈകോ വഴി ഒരു ഉപകാരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിന് ആശ്വാസം നൽകാനാവുന്നില്ല തുടങ്ങി എണ്ണമിട്ട് സർക്കാരിനെ വിമർശിക്കുന്ന രീതിയിലാണ് സുപ്രഭാതത്തിന്റെ ലേഖനം പോകുന്നത്. പച്ചക്കറി വില വർധനവ്, അതിൽ സർക്കാർ ഇടപെടാത്തത്, അടിയന്തര പ്രമേയത്തിന് പോലും അനുമതി നൽകാത്തത്, ഈ കേന്ദ്ര സർക്കാരിനെ കുറ്റപ്പെടുത്തി മുന്നോട്ടേക്ക് പോകുന്നത് തുടങ്ങി സർക്കാരിനെ രൂക്ഷമായി ഭാഷയിൽ വിമർശിക്കുകയാണ് സുപ്രഭാതം ചെയ്യുന്നത്. ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.